ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഇടുക്കി ജില്ലയിലെ പാഞ്ചാലിമേട് എന്ന സ്ഥലത്തേക്കാണ്. ചേട്ടൻ്റെ വൈഫിൻ്റെ വീട് കോട്ടയത്ത് മണർക്കാട് എന്ന സ്ഥലത്താണ്. അവിടെ ഞങ്ങൾ പോയി. അവിടെ പോയപ്പോഴാണ് പാഞ്ചാലിമേട് എന്ന സ്ഥലത്തെക്കുറിച്ച് കേട്ടത്. ഒരുപാട് ഐതിഹ്യങ്ങളുള്ള സ്ഥലമാണ് പാഞ്ചാലിമേട് എന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നെ ആ സ്ഥലം കാണാനുള്ള ആകാംക്ഷയാണ് കേട്ടോ ഈ യാത്രയ്ക്ക് പിന്നിലുണ്ടായത്. പോകുന്ന വഴിയിൽ ഒരു വെള്ളച്ചാട്ടം കണ്ടു. പിന്നെ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം എന്ന് വിചാരിച്ചു. പിന്നീട് കുട്ടികൾക്ക് കുളിക്കാനുള്ള ആഗ്രഹം തോന്നി. പിന്നെ ഡാൻസും പാട്ടുമായിട്ട് അവിടെ കുറേ നേരം അടിച്ചു പൊളിച്ചു. ഉച്ചയ്ക്കുള്ള ഫുഡ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ ഫുഡ് എല്ലാവരും കഴിച്ചു. ചോറും കുറേ കറികളുമായി അടിപൊളി ലഞ്ച് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ അന്ന് കഴിച്ചത്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എല്ലാം എടുത്ത് ഞങ്ങൾ വീണ്ടും പാഞ്ചാലിമേട് കാണാൻ തിരിച്ചു. പോകുന്ന വഴിയിൽ അടിപൊളി വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇറങ്ങി സമയമൊന്നും കളഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ പാഞ്ചാലിമേട് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടേക്ക് നമ്മളെ സ്വീകരിക്കുന്ന മനോഹരമായൊരു കവാടമാണ്. പാഞ്ചാലിമേട് എന്ന് പറഞ്ഞിട്ട് ആ കവാടത്തിന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ വലിയ കവാടം അടിപൊളിയായിരുന്നു കേട്ടോ. എൻട്രി പാസ് ഉണ്ടായിരുന്നു. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് എൻട്രി പാസ്. നല്ല കല്ല് പാകിയ നടപ്പാതയായിരുന്നു കേട്ടോ നടക്കുന്ന വഴിയിൽ. പിന്നെ ഒരു വലിയ കൽമണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിൽ നമുക്ക് ഇരിക്കാനൊക്കെ സാധിക്കുന്ന ഇരിപ്പിടങ്ങളൊക്കെ ഉള്ളതാണ്. ഋതുക്കുട്ടൻ ആ പുൽമേടിലൊക്കെ ഇങ്ങനെ കളിക്കുകയൊക്കെ ആയിരുന്നു. വളരെയധികം സന്തോഷമായിട്ടാണ് അവൻ കളിക്കുന്നത്. നടക്കുന്ന വഴിയിലൊക്കെ ഓരോ കുരിശുകൾ ഇങ്ങനെ കാണാമായിരുന്നു. 14ഓളം കുരിശുകളുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. ചില ദിവസങ്ങളിൽ കാറ്റും കോടമഞ്ഞും നിറഞ്ഞ നല്ല വ്യൂ പോയിന്റ് ആയിട്ട് മാറാറുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് കോടമഞ്ഞ് കണ്ടില്ലെങ്കിലും നല്ല കാറ്റും അതിമനോഹരമായ ആ വ്യൂ പോയിന്റ് ഞങ്ങൾ ആസ്വദിച്ചു. കല്ല് പാകിയ നടപ്പാത കഴിഞ്ഞ് ഞങ്ങൾ കുറേ ദൂരം നടന്നു പോകുന്ന വഴിയിലെല്ലാം ചെറിയ ചെറിയ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അടിപൊളി ഒരു പ്ലേസ് ആണിത്. പിന്നെ പുൽമേടിലൂടെ എല്ലാം ഞങ്ങൾ നടന്ന് ഞങ്ങളൊരു വലിയ കുന്നിന് മുകളിലേക്ക് എത്തി. അവിടെ നിന്നും താഴേക്ക് നോക്കി നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റ് തന്നെയാണ് കേട്ടോ. അതിമനോഹരമായ ആ കാഴ്ച ഞങ്ങൾ ആസ്വദിച്ചു. ഫാമിലിയായി വരുന്നവർക്കൊക്കെ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമായിരുന്നു ഇത്. ഞങ്ങൾക്ക് ഈ സ്ഥലം വളരെയധികം ഇഷ്ടമായി. നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ സ്ഥലം അടിപൊളിയാണ്. വരൂ, എൻജോയ് ചെയ്യൂ. താങ്ക് യു.